ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷഹനാസ് കുസിൻസ്. ഒരു വെറൈറ്റി ഈവനിങ് സ്നാക്കാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. ചിക്കൻ മഷ്റൂം കൊഴുക്കട്ട. ഏകദേശം കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കുന്ന അതേ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു സ്നാക്കും ഉണ്ടാക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ സ്നാക്കായിട്ടോ ഒക്കെ നമുക്ക് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാം. ചിക്കനും മഷ്റൂമൊക്കെ ചേർത്തിട്ടുള്ള ഒരു സ്പെഷ്യൽ മസാലയാണ് നമ്മളിതിൽ ഫില്ലിംഗ് ആയിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു വെറൈറ്റി കൊഴുക്കട്ട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കൊഴുക്കട്ട ഉണ്ടാക്കുന്നതിന് വേണ്ടി നമുക്കൊരു ഫില്ലിംഗ് റെഡിയാക്കി എടുക്കണം. അതിനുവേണ്ടി ചൂടായിട്ടുള്ള ഒരു കടായിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. ഒരു സവാളയുടെ പകുതി ചെറുതായി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുക. വെളുത്തുള്ളി സവാളയൊക്കെ വാടി വരുമ്പോൾ ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള 1/2 കപ്പ് ചിക്കൻ ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ചിക്കൻ്റെ കളറെല്ലാം മാറി അതൊരു വെള്ള കളറായിട്ട് വരുമ്പോൾ അതിലേക്ക് 1/2 കപ്പ് മഷ്റൂം, 1/4 കപ്പ് ക്യാരറ്റ്, 1/2 കപ്പ് തക്കാളി ഇതെല്ലാം ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിൽ മൂടി വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കുക. ഇടയ്ക്ക് മൂടി തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. നമ്മൾ തീരെ വെള്ളം ഒഴിക്കാതെയാണ് ഇത് വേവിച്ചെടുക്കുന്നത്. ചിക്കനിലും തക്കാളിയിൽ നിന്നൊക്കെ അത്യാവശ്യത്തിനുള്ള വെള്ളം ഉണ്ടാവും. ചിക്കനും വെജിറ്റബിൾസൊക്കെ ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉണക്കമുളക് ചതച്ചത്, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇതെല്ലാം ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം 1/2 കപ്പ് പാലും ചേർത്ത് ഇതൊന്ന് വേവിച്ചെടുക്കുക. പാലും മൈദയൊക്കെ നന്നായിട്ട് വെന്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് 1 ടീസ്പൂൺ കസൂരിമേത്തി കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ സമയത്ത് ഉപ്പ് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ മഷ്റൂം ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കൊഴുക്കട്ടയ്ക്ക് വേണ്ടി ഒരു മാവ് റെഡിയാക്കിയെടുക്കാം. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് 1/4 കപ്പ് വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ അരിപ്പൊടിയിലേക്ക് നല്ല തിളച്ച വെള്ളം ചേർത്ത് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഞാനിപ്പോൾ 1.5 കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. പൊടിയുടെ വറവിനനുസരിച്ച് നമ്മൾ ചേർക്കുന്ന വെള്ളത്തിൽ വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് വെള്ളം ഒരുമിച്ച് ചേർക്കാതെ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നമുക്കതൊന്ന് കുഴച്ചെടുക്കാം. വെള്ളമൊഴിച്ച് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് 10 മിനിറ്റ് മൂടി വയ്ക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. 1 ടേബിൾ സ്പൂൺ എണ്ണ കൂടി ചേർത്ത് മാവ് നല്ല സ്മൂത്ത് ആവുന്നത് വരെ നന്നായിട്ട് കുഴച്ചെടുക്കുക. അത്യാവശ്യം ചൂടോടുകൂടി തന്നെ മാവ് കുഴച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. ഇപ്പോൾ മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. പൊടി നന്നായി കുഴച്ചതിന് ശേഷം അതിൽ നിന്ന് കുറച്ചെടുത്ത് ഇതുപോലെ ഉരുളകളാക്കി എടുക്കാം. കുറച്ച് വലിയ സൈസിലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ചെറിയ സൈസ് മതിയെങ്കിൽ നമുക്ക് ഈ ഒരു അളവിൽ നിന്ന് 10 എണ്ണം വരെ ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ 1.25 കപ്പ് പൊടിയിൽ നിന്ന് 7 ബോൾസാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി ഓരോ ഉരുളയെടുത്ത് കയ്യിൽ വെച്ച് തന്നെ നന്നായി ഒന്ന് പരത്തിയതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിംഗ് അതിൽ വെച്ച് കൊടുക്കുക. അതിനുശേഷം സൈഡൊക്കെ ഒട്ടിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. അങ്ങനെ നമ്മുടെ കൊഴുക്കട്ടകളെല്ലാം ഫില്ലിങ്ങൊക്കെ വെച്ച് നന്നായിട്ട് ഉരുട്ടി നല്ല ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇത് 1/2 കപ്പ് ബസ്മതി റൈസ് അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിയതിന് ശേഷം വെള്ളമൊക്കെ നന്നായിട്ട് കളഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഓരോ കൊഴുക്കട്ടയും ഇട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക. നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കൊഴുക്കട്ടയ്ക്കും അരിക്കൊക്കെ ചെറിയൊരു നനവുള്ളത് കൊണ്ട് അത് നന്നായിട്ട് ഒട്ടി പിടിച്ചിരിക്കും.
ഇനി നമുക്ക് ഈ കൊഴുക്കട്ടകളെല്ലാം ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം. സ്റ്റീം ചെയ്യുന്ന പാത്രത്തിൽ കുറച്ച് ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഓരോന്നും കുറച്ച് ഇടവിട്ട് വെച്ച് കൊടുക്കുക. ഇനി 20 മുതൽ 25 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിൽ നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ വെറൈറ്റി ചിക്കൻ മഷ്റൂം കൊഴുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. റൈസൊക്കെ നന്നായിട്ട് വെന്ത് നല്ലൊരു ഭംഗിയുള്ള ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വെറൈറ്റി റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ റെസിപ്പീസൊക്കെ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.